ഹായ്, ശരത്താണ്. PB സെക്ടറിലുള്ള മേജർ ആയിട്ടുള്ള കമ്പനികളുടെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. FY26ന്റെ M&Bയുടെ വന്നു, ഇന്റർആർട്സിന്റെ വന്നു, അതുപോലെ തന്നെ ഇപാക്കിന്റെ വന്നു. ഇപാക്കിന്റെ ഈ വീക്കെൻഡിലാണ് വന്നിരിക്കുന്നത്. സോ ഇവരുടെ എല്ലാം നമുക്ക് ഫുൾ ഇയറിൽ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങൾ എത്രയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാം. അതായത് ഇവിടെ മൊത്തം കമ്പനികളും കമ്പയർ ചെയ്തതിന് ശേഷം ഏതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപാക്കിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയോട് വരാനുണ്ട്. ബാക്കി M&Bയുടെ അതേപോലെ തന്നെ ഇന്റർആർട്സിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി വന്നു. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ചയാണ് ഇപാക്കിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഉള്ളത്. സോ അത് കിട്ടിയാൽ നമുക്ക് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഇവർ ഏതൊരു രീതിയിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് കമ്പനിയാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്, ഏത് കമ്പനിയാണ് ഏറ്റവും മോശമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് ആ ഒരു വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്ക് ബേസിക് ആയിട്ട് ഇവർ പറഞ്ഞ മാനേജ്മെന്റ് ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മൾ Q2 റിസൾട്ടിന്റെ സമയത്താണ് ഈ ഒരു കമ്പനികളെയൊക്കെ ട്രാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. സോ ആ ഒരു സമയത്ത് നമ്മൾ FY26ലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനനുസരിച്ച് പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അതേപോലെ ഇവരുടെ മൊത്തത്തിലുള്ള ഇയർലി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ഒന്ന് നോക്കാം. അത് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ബിസിനസ്സിൽ ഇവരുടെ മെയിൻ റോ മെറ്റീരിയൽ ആയിട്ടുള്ള സ്റ്റീലിന്റെ പ്രൈസിൽ ചെറിയ വോളറ്റിലിറ്റി നോർമലി എല്ലാ വർഷം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ നോക്കി കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ നോർമലി സ്റ്റീലിന്റെ പ്രൈസ് ചെറിയ രീതിയിൽ മുകളിലേക്ക് പോകാറുണ്ട്. അത് വെച്ച് നോക്കിയാൽ ഈ ഒരു വർഷത്തെ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ കുറച്ചുകൂടെ സ്റ്റീലിന്റെ പ്രൈസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കമ്പനികളുടെയും ഈ പറഞ്ഞ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. കോസ്റ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവരുടെ മാർജിൻസിനെയും കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ റിസൾട്ട് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട് ഈ കമ്പനികളൊക്കെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത്. നമുക്കിനി ആദ്യം M&Bയുടെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. M&Bയുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 27% ആണ്. ഈ FY26 ഫുൾ ഇയറിൽ നോക്കി ഏകദേശം 27% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 20% ആണ് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. റവന്യൂ ഗ്രോത്തിന്റെ അത്രയും തന്നെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നിട്ടില്ല. അതായത് അവരുടെ മാർജിൻസിൽ കുറവ് വന്നിട്ടുണ്ട്. അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല. അത് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുമ്പോഴത്തേന് മനസ്സിലാവും. EBITDA മാർജിൻ കുറഞ്ഞേക്കുന്നതായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 14% EBITDA മാർജിൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ ആയപ്പോൾ 11.9% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് 12 താഴേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ EBITDA മാർജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാതിരുന്നത്. നമ്മൾ Q2ന്റെ റിസൾട്ടിന്റെ സമയത്ത് നമ്മൾ ഈ ഒരു കമ്പനിയെ ട്രാക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഏകദേശം 25 to 30% റവന്യൂ ഗ്രോത്ത് ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആ ഒരു രീതിയിൽ തന്നെ കമ്പനി പെർഫോം ചെയ്തിട്ടുണ്ട്. 27% റവന്യൂ ഗ്രോത്തിൽ, അതായത് ടോപ്പ് ലൈനിൽ അവർ ആ ഒരു രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോർമലി ആൻസിപ്പേറ്റ് ചെയ്യുന്ന ടോപ്പ് ലൈൻ റവന്യൂവിനെ കഴിഞ്ഞ് മുകളിൽ പ്രോഫിറ്റ് വരും എന്നുള്ള കാര്യമാണ്. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും എന്നുള്ള കാര്യമാണ്. ആ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് ഈ ഒരു കമ്പനി പെർഫോം ചെയ്തിട്ടില്ല. റവന്യൂവിന്റെ കാര്യത്തിൽ മാത്രമാണ് അവർ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ളത്. പിന്നീട് നമ്മൾ സംസാരിക്കുന്നത് രണ്ടാമത്തെ കമ്പനിയായിട്ടുള്ള ഇന്റർആർട്സിനെ പറ്റിയിട്ടാണ്. ഇന്റർആർട്സിന്റെ റവന്യൂ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 31% റവന്യൂ ഗ്രോത്ത് ആണ് ടോപ്പ് ലൈനിൽ അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ ഫുള്ള് നോക്കി കഴിഞ്ഞാൽ 31% റവന്യൂ ഗ്രോത്ത് വന്നപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഗ്രോത്ത് 25%. സോ ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കാണാനായിട്ട് പറ്റും. ഇവരുടെ EBITDA മാർജിനിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. 9.4 ഉണ്ടായിരുന്നു, 9.3 ആയിട്ട് EBITDA മാർജിൻ കുറഞ്ഞിട്ടുണ്ട് ഫുൾ ഇയറിൽ നോക്കിയാൽ. അവരെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് കുറച്ച് കൂടിയിട്ടുള്ളത് ഈ പറഞ്ഞ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൊണ്ടല്ല, വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ റിസൾട്ട് സംസാരിക്കുന്ന സമയത്ത് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ഇവർക്ക് EBITDA മാർജിനിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 25% ആയിട്ട് അവരുടെ ഈ പറഞ്ഞ പ്രോഫിറ്റ് ഗ്രോത്ത് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇവരുടെ കാര്യത്തിലാണ് നമ്മൾ Q2 റിസൾട്ടിന്റെ സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു 25 to 30% ഒരു റവന്യൂ ഗ്രോത്ത് ആണ്. ആ ഒരു രീതിയിൽ നോക്കിയാൽ 31% റവന്യൂ ഗ്രോത്ത് കമ്പനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രോഫിറ്റിൽ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് വന്നിട്ടില്ല, ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല. ഇനി മൂന്നാമതായിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ഇപാക്ക് ആണ്. ഇപാക്കിന്റെ റവന്യൂ ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 34% ഈ ഒരു ഫുൾ ഇയറിൽ FY26 അവരുടെ റവന്യൂ ഗ്രോത്ത് ഓൾമോസ്റ്റ് 35% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇനി അവരുടെ നമ്മൾ പാറ്റ് നോക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 56% പ്രോഫിറ്റ് ഗ്രോത്ത് ഈ പറഞ്ഞ ഇപാക്കിൽ വന്നിട്ടുണ്ട്. അതായത് ഈ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. ഈ മൂന്ന് മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഇപാക്ക് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാർജിൻ നമ്മൾ നോക്കുമ്പോൾ EBITDA മാർജിൻ നമ്മൾ നോക്കുന്ന സമയത്ത് EBITDA മാർജിനിൽ ഒരു ഇംപ്രൂവ്മെന്റ് വന്നായിട്ട് കാണാനായിട്ട് പറ്റും. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 10.4% ആയിരുന്നു. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് 10.5% ആയിട്ട് കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടി, അതുകൊണ്ട് തന്നെ ഇപാക്കാണ് ഏറ്റവും ബെറ്റർ കമ്പനി. അല്ലെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ അവർ ഗൈഡ് ചെയ്തിരുന്ന 30-35% ഗ്രോത്ത് ആണ്. അവർ 35% ഗ്രോത്തും വന്നു, ഓപ്പറേറ്റിംഗ് ലിവറേജ് വന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചാടിക്കറി ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് പറ്റില്ല. നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഇവരുടെയൊക്കെ ഗ്രോത്ത് എങ്ങനെയാവും എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മാർജിൻ ഇംപ്രൂവ് ആയ കാര്യം ഞാൻ പറഞ്ഞു, EBITDA മാർജിൻ ഇംപ്രൂവ് ആയ കാര്യം പറഞ്ഞു. പക്ഷേ അവരുടെ ഈ ഒരു Q4 നോക്കി കഴിഞ്ഞാൽ EBITDA മാർജിനിൽ ഇംപ്രൂവ്മെന്റ് അല്ല വന്നിരിക്കുന്നത്, EBITDA മാർജിൻ താഴേക്ക് പോവാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓവറോൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കുന്ന സമയത്ത് നമുക്ക് EBITDA മാർജിനിൽ മൊത്തത്തിൽ ഫൈനാൻഷ്യൽ ഇയറിൽ 10.4 10.5 ആയിട്ട് ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചാടിക്കറി കൺക്ലൂഷൻസും കാര്യങ്ങളും എത്താനായിട്ട് പറ്റില്ല. ഇത് നമുക്ക് ഇവരുടെ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് നാളെ വരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സോ അത് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ 3 കമ്പനികളെ നമുക്ക് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കമ്പനികളിലേക്ക് മാർജിൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കമ്പനികളിലേക്ക് ഒന്ന് പ്രോഫിറ്റ് മാർജിൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ പറഞ്ഞ ഇപാക്ക് ഉണ്ടല്ലോ, ഇപാക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും നന്നായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റ് മാർജിൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 6.1% ആണ് അവരുടെ പ്രോഫിറ്റ് മാർജിൻ. അത് സെയിം ടൈമിൽ നമ്മൾ ആദ്യം സംസാരിച്ച M&Bയുടെ നോക്കി കഴിഞ്ഞാൽ M&Bയുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 7.4% ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല പ്രോഫിറ്റ് മാർജിൻ ഉള്ളത് M&Bക്കാണ്. ഇന്റർആർട്സിന് 7.1 ആണുള്ളത്. സോ 7.4 ഉള്ള ഇപ്പൊ M&B എടുക്കുന്നു, അതേപോലെ 6.1% ഉള്ള ഇപാക്ക് എടുക്കുന്നു. ഇപാക്കിന്റെ റവന്യൂ ഞാൻ പറഞ്ഞില്ല 35% ഗ്രോ ചെയ്തിരുന്നു. മാനേജ്മെന്റ് പറഞ്ഞിരുന്നു 1500-1550 ഇടയ്ക്ക്
റവന്യൂ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എത്തിക്കുമെന്നാണ് അവർ കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഏകദേശം 1525 കോടിയാണ് അവർ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ റവന്യൂ. അതേസമയം നമ്മൾ എംബാൻബിയുടെ നോക്കിയാൽ അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 1260 കോടിയാണ്. അപ്പൊ 1260, 260ഉം 525, 1525. അപ്പൊ അത്ര ഡിഫറൻസ് ഉണ്ട് ഇവരുടെ റവന്യൂ തമ്മിൽ. അതിനകത്ത് ഇ പാക്കിന്റെ പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് മാർജിൻ 6.1%. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ 6.1% എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഏകദേശം 93 കോടിയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ. ഇപ്പോഴത്തെ നമ്മൾ എംബാൻബിയുടെ നോക്കിയാൽ അവർക്ക് 1260 ഉള്ളൂ. അവരുടെ പക്ഷേ പാറ്റ് മാർജിൻ എന്ന് പറയുന്നത് 7.4 ആണ്. സോ 1260 7.4 എടുക്കുമ്പോൾ ഏകദേശം 93 തന്നെയാണ് വരുന്നത്. സോ ഈ രണ്ട് കമ്പനികളുടെയും പ്രോഫിറ്റ് എന്ന് പറയുന്നത് 93 കോടിയാണുള്ളത്. അപ്പോൾ ടോപ്പ് ലൈൻ നോക്കുമ്പോൾ നമുക്ക് ഇ പാക്ക് ഒരുപാട് മുകളിലായിട്ട് ഫീൽ ചെയ്തേക്കാം, അല്ലെ അവരുടെ ഗ്രോത്ത് ഒക്കെ 35% വന്നിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തേക്കാം. പക്ഷെ നമ്മൾ ഈ ബോട്ടം ലൈനിലെ മാർജിൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേന് ഇ പാക്കിനെക്കാളും കൂടുതലായിട്ടും മാർജിൻ എംആർപിക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരും. ഈ മാർജിൻ നമുക്ക് നേരെ നോക്കുമ്പോഴത്തേന് 1%, 1.5% ഡിഫറൻസ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഫിഗേഴ്സിലേക്ക് വരുമ്പോഴത്തേനും നല്ല ഡിഫറൻസ് ഉണ്ടാക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് മനസ്സിലായി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. 1260 കോടിയുള്ളത് 1500 കോടിയുള്ള രണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിം പ്രോഫിറ്റ് ആണ്, 93 crore ആണ് ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്പനികളുടെയൊക്കെ മാർജിൻസിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത് പറയേണ്ടത്. ഈ ഒരു കമ്പനികളെല്ലാം നോക്കിയാൽ ഇവരെല്ലാം നല്ല വാല്യൂഷനിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന്റെയൊക്കെ വാല്യൂഷൻസ് നോക്കിയിട്ട് നമ്മൾ ചാടിക്കറി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ എത്രയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ഈ പറഞ്ഞ ഇ പാക്കിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി വന്നതിന് ശേഷം ഈ ഒരു ആഴ്ചയിലായിട്ട് തന്നെ ആ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് ചെയ്യാം. ഒരു വീഡിയോയിലായിട്ട് ചെയ്യാം. അത് ഓരോ കമ്പനികളുടെ സെപ്പറേറ്റ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. മൊത്തത്തിൽ 3 കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം, ഈ ഒരു വീഡിയോ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏകദേശം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും ഈ ഒരു സെക്ടറിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.